മിനുകുട്ടാ, എന്തോ ഒരു പഴയ പാട്ട് ഇങ്ങനെ ഓർമ്മ വരാണേ. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും, എങ്ങനെ നീ മറക്കും എന്ന് പറഞ്ഞ ഈ പാട്ട് പഴയ പാട്ടാണ്. ഓക്കേ. അതുപോലെ ആ പേരിലൊരു സിനിമയുണ്ട്, ഏതാ? എങ്ങനെ നീ മറക്കും. അങ്ങനൊരു സിനിമയുണ്ട്. ഓക്കെ. അതിൽ നല്ല പാട്ടുകളുണ്ട്. ദേവദാരു പൂത്തു, എൻ മനസ്സിൻ താഴ്വരയിൽ. പിന്നെ ഒരു ഡിസ്കോ പാട്ടുണ്ട്, ശരത്കാല സന്ധ്യ. ഡിസ്കോ പാട്ട്. ആ ഡിസ്കോ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? അതെ, ആ പാട്ടൊന്ന് കേട്ടാ കൊള്ളാം. ശരിയാട്ടോ, ആ പാട്ട് കേട്ടാ ഡിസ്കോ കൊള്ളാം. പാട്ടിലേക്ക് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ആ ഡിസ്കോ പാട്ട് പാടാനാണ് ഇപ്പൊ ഇവിടെ ഒരാൾ വരാൻ പോകുന്നത്. നമ്മുടെ ജഗത്താണ്. ലെറ്റ്സ് വെൽക്കം ജഗത്ത് ഓൺ സ്റ്റേജ്. ഹലോ 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 ഹലോ, ഇത് ആരേ വന്നേക്കണേ? ഇതാരാ? ഏത് നടനാ ഇത്? ഞാൻ ശങ്കർ. ഓ, ശങ്കരേട്ടൻ. ഇന്നലെ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ശങ്കർ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാ വന്നേ, ട്രെയിനിൽ, വന്ദേ ഭാരതില്. ആ, ശങ്കരേട്ടൻ ഉണ്ടായിരുന്നു, മേനക ചേച്ചി ഉണ്ടായിരുന്നു, സുരേഷ് ഏട്ടൻ ഉണ്ട്. വലിയൊരു ഫാനാണ്. പിന്നെ അതെ അതെ അതെ, അങ്കിളും കാണും ആന്റിയും കാണും എപ്പോഴും. അതെ 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 അതെ. ആ, ഇതെന്താ തലയില്? ഡിസ്കോ. അതൊക്കെ ഡിസ്കോയുടെ ഭാഗമാണ്. ഇതൊക്കെ കോസ്റ്റ്യൂമിന്റെ ഭാഗമല്ലേ? ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ പക്ഷെ നല്ല ചേർച്ചയുണ്ട് കേട്ടോ, കണ്ടുപിടിക്കുന്നു. താങ്ക് യു, നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു. ഇത് സ്ഥിരമാക്കാൻ വേണമെങ്കിൽ. അതെ, കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞോ ഈ തലയിലെ അതും കൊള്ളാം, അതും സ്ഥിരാക്കാൻ നല്ലതാ. ഹെഡ് ബാൻഡ്. അതെ, ഹെഡ് ബാൻഡ്. ഡാൻസ് ഉണ്ടാവില്ലേ? ഉണ്ട്. ഇന്ന് വേറെ ഷൂ ആണല്ലോ, വെറൈറ്റി ഷൂ ആണല്ലോ. അച്ഛൻ ഇന്നലെ വാങ്ങിക്കൊണ്ടെന്ന്. ആണോ? അതാണ് ഇതുവരെ കാണാത്തൊരു ഷൂ. പിന്നെ പുതിയ വാച്ച് എത്ര കിലോ ഷൂ വാങ്ങിച്ചു? പുതിയ വാച്ചും ഉണ്ട്. ആഹാ, പുതിയ വാച്ച്, പുതിയ ഷൂ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ കുറച്ച് കൂടുതലാണ് ഇപ്പൊ. ആ, ശരി, കൊള്ളാലോ. അപ്പൊ ചേട്ടന് കിട്ടിയില്ല ഷൂ? പുതിയ ഷൂ ഇല്ല, എനിക്ക് നേരത്തെ കിട്ടിയിരുന്നു. ആണോ? നേരത്തെ കിട്ടി. എന്തുകൊണ്ടേ ഇപ്പൊ കിട്ടിയില്ല? അപ്പൊ അവന് കിട്ടിയില്ല. അപ്പൊ അവന് കിട്ടിയപ്പോ ചേട്ടന് കിട്ടിയില്ല. ഇപ്പൊ അവന് കിട്ടി. ഇപ്പൊ അവന് കിട്ടിയപ്പോ എനിക്ക് കിട്ടിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഓരോ മാറി മാറി ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് ബർത്ത്ഡേക്ക് ഒരു വാച്ചും അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ചേട്ടൻ എന്ത് വാങ്ങിച്ചു കൊടുത്തു? ഞാൻ അങ്ങനെ ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല. അയ്യോ, വലിയ പാട്ടുകാരനാണെന്ന് പറയും, ചേട്ടന് കൊടുക്കില്ല. പൈസ കിട്ടി തുടങ്ങട്ടെ, ഞാൻ വാങ്ങിക്കൊടുക്കും. പൈസ കിട്ടി തുടങ്ങട്ടെ. അത് കിട്ടിക്കോളും. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഞങ്ങൾക്കും തരുന്നോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ശ്യാം സാറല്ലേ മ്യൂസിക്? അതെ. ചുനക്കര രാമകുട്ടി സാറല്ലേ എഴുതിയത്? ലിറിക്സ്. യെസ്. സിനിമ ഞാൻ പറഞ്ഞു, എങ്ങനെ നീ മറക്കും. ആ, പിന്നെ ബാക്കി 1983 വർഷം 83. ആ, പാടിയ ദാസർ. വെരി ഗുഡ്. യെസ്, എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ, ചിരിയായി ഞാൻ, പറഞ്ഞാലും അതു നീ. പാലപ്പൂന്തോട്ടിൽ ജലദേവത അറിയാതെ നീ കരഞ്ഞില്ലേ, അതിനാൽ ഞാനോ നോവുന്നു. ശരത്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു.
കഥകൾ പറഞ്ഞിടാം, കളികൾ പറഞ്ഞിടാം, ഹൃദയം മറന്നിടാം, മധുരം നുകർന്നിടാം. ശശികല മിഴികളിൽ ഒളിയുമായി വിളിക്കുന്നു നീ. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ചിരികൾ പൊഴിച്ചിടാം, കരളിൽ നിറച്ചിടാം, അകലെ പറന്നിടാം. അഴിമുഖ തിരകൾ ചിരിയുമായി വിളിക്കുന്നു നീ. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ, ചിരിയായി ഞാൻ, പറഞ്ഞാലും അതു നീ. ജലദേവത അറിയാതെ കരഞ്ഞില്ലേ അതിനാൽ ഞാനോ നോവുന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ഞാനീ നിമിഷം രാവും മോദമായി നിനക്കായി മാത്രം പാടുന്നു ഞാൻ, നിനക്കായി മാത്രം പാടുന്നു ഞാൻ, നിനക്കായി മാത്രം പാടുന്നു ഞാൻ. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്, സൂപ്പർ സൂപ്പർ. ഹരി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഞാൻ ഇങ്ങനെ അവിടുന്ന് എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ അങ്ങ് ഇങ്ങനെ ജഗത്ത് ഇങ്ങനെ വിളിച്ചു, വായോ ഡാൻസ് ചെയ്യാം, പെർഫോം ചെയ്യാം. ഞാൻ അതുപോലെ ഇങ്ങനെ നടന്നങ്ങ് പോയി. ഹരി ചേച്ചി ഒന്നും ഓർമ്മയില്ല. അവിടെ നിന്നിട്ട് ബാക്കിന്ന് പോടാ പോന്ന്. എന്താ ഞാനിവിടുന്ന് ആര്യോട് പോ എഴുന്നേറ്റു, ഞാനിവിടുന്ന് ലാസ്റ്റ് പല്ലവിയിലുണ്ടല്ലോ പൊളിച്ചടാ. അതെ, പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ച്. അടിപൊളിയായിരുന്നു. ഇന്ന് ഇപ്പൊ എക്സ്പ്രഷൻ കിങ് ആയിരുന്നു കേട്ടോ. ഇന്ന് രസമായിരുന്നു. ആ എൻഡിങ്സിൽ വന്ന ആ ഭാവങ്ങളൊക്കെ ഭയങ്കര രസം. അതെ 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 അതെ. നീ ഒരു മിടുമിടുക്കനാവുന്നു. ഡിസ്കോ മാത്രമല്ല മ്യൂസിക്കലി ഓൾസോ ഗുഡ്. അതാണ് അതെ 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 അതെ. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ മറ്റേ ഇതൊക്കെ പാടിയില്ലേ, കിളികൾ പറഞ്ഞിടാം. അതെ അതെ. അവിടെ വന്നപ്പോ പെട്ടെന്ന് ഒതുക്കി കേട്ടാ. അപ്പൊ ശരിക്കും ഹി അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഇറ്റ് ഇസ്. യെസ് യെസ് യെസ്. അതൊരു താങ്ക് യു സർ. സുന്ദരി നിന്നിൽ വിരിഞ്ഞിടും മോഹനരാഗം അറിഞ്ഞു ഞാൻ, കല്ലോലിനിയുടെ മാറിൽ പോയി കഥകൾ പറഞ്ഞിടാം, കളികൾ പറഞ്ഞിടാം, ഹൃദയം മറന്നിടാം, മധുരം നുകർന്നിടാം. പാട്ടുകാരൻ പാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെയല്ല, പാട്ട് പാട്ടുകാരനിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെയാണ് അല്ലെ? അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ലേ? അതെ അതെ അതെ. അത് അവിടെ നിന്നില്ലേ? അപ്പൊ ശരിക്കും ഫീൽ അങ്ങോട്ട് കിട്ടിയില്ലേ? പിന്നെ ഞാൻ എൻജോയ് ആയിരുന്നു. ഞാൻ ഫുൾ പാട്ടിന്റെ ഉള്ളിലായിരുന്നു. ജഗത് കുട്ടൻ പാട്ട് എങ്ങനെ എൻജോയ് ചെയ്തു, അതിന്റെ അപ്പുറത്തേക്ക് ഞാനും പാട്ടിലേക്ക് അങ്ങ് ആയിപ്പോയി. പിന്നെ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു, ഒരു സ്വാഗ് എന്ന് പറയില്ല, അതുണ്ടായിരുന്നു കേട്ടോ നിനക്ക്. ഈ പാട്ടിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായി അല്ലേ? പിന്നെ ചില ഇടങ്ങൾ, അതെ, ചില ഇടങ്ങളുണ്ട് ചെറിയ പ്രശ്നങ്ങൾ. അതെ. പല്ലവിയിലെ പാലപ്പൂ മേട്ടിലും പിന്നെ പാലപ്പൂം ചോട്ടിൽ, അത് രണ്ടും ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഫ്രേസസ് ആണ്. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. ആ പാലപ്പൂ ഒന്ന് കാണിച്ചത്. കളിയായി ഞാൻ, കളിയായി ഞാൻ, ചിരിയായി ഞാൻ, പറഞ്ഞാലും അതു നീ. പാലപ്പൂഞ്ചോട്ടിൽ അങ്ങനെ നല്ല രസമുണ്ട്. ജലദേവതേ അറിയാതെ നീ കരഞ്ഞില്ലേ അതിനാൽ ഞാനോ നോവുന്നു. യെസ്
ആ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ലാസ്റ്റ് പോലെ പല്ലവി വിടർന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ അത്ര വിടർന്നില്ല കേട്ടോ അല്ലേ മധു? അതെ. പിന്നെ അവിടെ സുബിന്റെ വാവ ഗിറ്റാർ അതെ അത് കേൾക്കണ അതിന് ശബ്ദം കേട്ടത് അത് തന്നെ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമേ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുപോ രാഗാദ്രമായി നീ മോഹങ്ങൾ തന്നുപോ പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദ 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 സരി സദപം പദ 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 സരി സദപം പദ സദ സരി സരി മരി മരി സദപം സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുമേ തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ. അതെ അതിലൊക്കെ ഉണ്ട്. യെസ്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഈ പാട്ട് പാടിയിട്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ആയത്. അതാണ് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഓർമ്മ ആത്മവിശ്വാസത്തോടുകൂടി പാടുന്നത് അതുകൊണ്ടാണ്. അതെ. ഇതും സ്വർണ്ണഗോപുര. ആ. നർത്തകി ശില്പം. Yes, അപ്പൊ ഒരു yes, yes. ആത്മവിശ്വാസിയാണല്ലേ? അതെ. ആത്മവിശ്വാസി. കൊള്ളാം. Yes. കൊള്ളടേ താങ്ക് യു. മിടുക്കൻ. താങ്ക് യു സാർ. ജഗത് കുട്ടാ എന്തോ ഇപ്പൊ നല്ല ഫോമിലാണെന്ന് തോന്നുന്നു. ഉം. കഴിഞ്ഞ 2 പെർഫോമൻസസ് ആയിട്ട് താങ്ക് യു അല്ലേ? സാർ. കഴിഞ്ഞ തവണ നല്ലായിരുന്നില്ലേ? ആ. അല്ലേ? അതെ. ആ അപ്പൊ ഇന്നും അതിഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു ആ സാർ. ഡാൻസ് സ്റ്റെപ്സും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇന്ന് പാടിയതിൽ. ഈ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് പാടുന്ന പോലെ ഫീൽ ചെയ്തു ഞങ്ങൾ. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അതു നീ പാലപ്പൂന്തോട്ടിൽ ജലദേവത അറിയാതെ നീ കരഞ്ഞില്ലേ അതിനാൽ ഞാനോ നോവുന്നു ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ഈ വേഷമൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡാൻസ് എന്നെ ജനീലയും ശ്രീയും കൂടി പഠിപ്പിച്ചതാ. ആണോ? ആഹാ. സ്പെഷ്യൽ സ്റ്റെപ്പ്. അല്ലല്ല ആദ്യം ഒരു പോസ് ഉണ്ടായിരുന്നല്ലോ പാട്ട് തുടങ്ങുമ്പോ ആ, ഇങ്ങനെ. അതാരെ പഠിപ്പിച്ചേ? കാണിച്ചേ അതാരെ പഠിപ്പിച്ചേ? കണ്ടോ? അവരെന്നെ പഠിപ്പിച്ചേ? ഫുള്ളവരാ. നിസാരക്കാരിലെല്ലാവരും നല്ല അത് കൊള്ളാലോ. നമുക്ക് ചോദിക്കണം ചേട്ടാ. അതെ, ചോദിക്കണം. ഇനി വരുമ്പോ ചോദിക്കണം. കുറച്ച് സ്റ്റെപ്സ് അത് പറഞ്ഞു തരണം. അതെ, അതെ, അതെ. പരിപാടിക്കൊക്കെ പോകുമ്പോ പോകുമ്പോ ചെയ്യാൻ useful വേണ്ടി. ആണ്. അതെ അതെ. അപ്പൊ ജഗത് കുട്ട, അപ്പൊ എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ അനുപരിയുടെയും ചരണത്തിന്റെ എൻഡ് കൊള്ളാം. അതായത് ഞാനും നോവുന്നു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കായി മാത്രം പാടുന്നു ഞാൻ അവസാനം നിർത്തിയതല്ലേ, ആ. അതൊക്കെ സൂപ്പർ ആയിരുന്നു. വളരെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. ഇതെങ്ങനെ ഇത്ര ഇങ്ങനത്തെ പാട്ടൊക്കെ ഇത്ര ഫീലിൽ പാടാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനത്തെ പ്രേമഗാനങ്ങളെല്ലാം ഇങ്ങനത്തെ ഇതുപോലത്തെ പാട്ടുകളൊക്കെ അങ്ങനെയൊന്നുമില്ല, അത് ഫ്ലോറിലേക്ക് വരുമ്പോ അത് വരും. തന്നെ വരുന്നതാണ്. തന്നെ വരും. ഓക്കെ, ആ. അതൊക്കെ ഞാൻ അർത്ഥം മനസ്സിലാക്കി പാടുന്നതാണല്ലേ. ആ. കൊള്ളാം. അപ്പൊ എനിക്ക് തോന്നി ചെറിയൊരു പ്രശ്നം വന്നു വിടർന്നു. അനുപല്ലവിയുടെ ഫസ്റ്റ് വിടർന്നു എന്നുള്ളതിന്റെ സംഗതി. പിന്നെ ശശികല മിഴികളിൽ അത് കുറച്ചും ചേരണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതെങ്ങനെയത്? ഹൃദയം മറന്നിടാ മധുരം നുകർന്നിടാ ശശികല മിഴികളിൽ ശശികല മിഴികളിൽ ഒളിയുവാൻ ശശികല ശശികല മിഴികളിൽ ശശികല ആണോ? ആ. ഓക്കെ, ശശികല മിഴികളിൽ. ശശികല മിഴികളിൽ അതാ രണ്ടാമത് പാടിയതാണ്. ഇപ്പൊ പാടിയതാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പാടിയത് ശശികല മിഴികളിൽ ഒളിയുമായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അതല്ലേ? ഉണ്ട്. അപ്പൊ മിടുക്കനാ. താങ്ക് യു സാർ. യെസ്, അതൊക്കെ ശ്രദ്ധിച്ചു. അതെ ഭയങ്കര ഒബ്സർവേഷൻ അതെ. ആ ഒരു മൈന്യൂട്ട് കാര്യം വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. അപ്പൊ കൊള്ളാം. ഒബ്സർവേഷൻ ഓഫ് ദി. അതെ, കൊള്ളാം. പിന്നെ ലാസ്റ്റ് പാലപ്പൂഞ്ചോട്ടിൽ അത് ചെറുതായിട്ട് സ്ലിപ്പായി. ഓക്കെ ഫസ്റ്റ് പലവിലെ പോലെ വന്നില്ല. ഓക്കെ. ആ കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ അത് വന്നില്ല ലാസ്റ്റ് പലവില്. Okay. ഫസ്റ്റ് പലവിൽ വന്നു അത് കറക്റ്റ് ആയിട്ട്. അവസാനം എന്തോ സ്ലിപ്പായി പോയത്. ഓക്കെ. അത് ഓർമ്മയുണ്ടോ അങ്ങനെ സംഭവിച്ചത്? ഇല്ല. അത് ആ സ്പിരിറ്റിൽ അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആര്യ ചേച്ചിയുടെ ഒപ്പം ഡാൻസ് കളിക്കുന്നല്ലേ. ആ നമ്മൾ ഡാൻസ് കളിക്കുന്നല്ലേ. ആ ഓക്കെ, സാരില്ല. അപ്പൊ അത് ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ട്. താങ്ക് യു. ആര് ചേച്ചി? ജഗത് കുട്ട, എന്തോ ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അറിഞ്ഞില്ല എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇതിന്റെ അപ്പുറം ഞാൻ എന്തെങ്കിലും പറയണോ? വേണ്ട. കാരണം പെർഫോമൻസ് റൗണ്ട് എന്ന് പറയുമ്പോൾ എന്റെ ഫേവറേറ്റ് റൗണ്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ കൊതിക്കും അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ളൊരു അവസരം ഇന്ന് നീ എനിക്ക് ഒരുക്കി തന്നു ജഗത് കുട്ടൻ. ശരിക്കും ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല പെർഫോമൻസ് അതെ, ആയിരുന്നു. നന്നായിരുന്നു, നന്നായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നല്ല കോസ്റ്റ്യൂം, നല്ല പാട്ടിന്റെ സെലക്ഷൻ അടിപൊളി, എല്ലാം ഈ പെർഫോമൻസ് റൗണ്ടിൽ വളരെ അപൂർവം കുട്ടികളാണ് ശരിക്കും പെർഫോം ചെയ്ത് Yes. യൂസ് ചെയ്യുന്നത്.
അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഇതൊക്കെ യൂസ് ചെയ്തു നന്നായിട്ട് മറ്റേ ആക്ഷൻസ് ഒക്കെ കാണിച്ചു. യെസ്. വെരി ഗുഡ്, വെരി നൈസ്. പിന്നെ Thank you. പോരാതെ അതാദ്യം, ഇന്ന് അവര് മൂന്നുപേര് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കാരണം ഞാൻ അങ്ങ് പോകുമ്പോഴേ എന്നോട് പറയും, ഇന്ന് ഡാൻസ് ഉണ്ട് നോക്കണേ എന്ന്." അല്ല, മുന്നേ ഡാൻസ് ഉണ്ടാവുമ്പോൾ ആരോ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് പെർഫോം ചെയ്യാതെ നിന്നിട്ടില്ലായിരുന്നില്ലേ? അതാരായിരുന്നു അതെന്താ? അത് അത് പറയടാ, തുറന്ന് ആ, പറയടാ, മുന്നേ നീ അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പറ. അതെ 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 അങ്ങനെ എന്നെ കളിയാക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഞാൻ ചെയ്യുന്നില്ല. ആളാണ് ഇന്നിപ്പോ ഇങ്ങനെ മാറിയത്. അതെ, അതിന് പ്രത്യേക നമ്മള് കയ്യടി, പ്രത്യേക കയ്യടി അതിന്. അതിന് പ്രത്യേക അനുമോദിക്കുന്നു. താങ്ക് യു, യെസ്. ആ ഒരു കോൺഫിഡൻസിന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീ മാർക്ക് കേക്കാം അല്ലേ? അപ്പൊ എക്സ്പ്രഷൻ ഓഫ് ദി ഡിസ്കോ ഓഫ് ദി വൈബ് ഓഫ് ദി ശേഖര ചന്ദ്ര കിഷോര ജഗത് കുമാര ഓഫ് ദി 99 out of 100 for Jagat Kumar today. ഇനി ശരിക്കും ഒരു ഓഫ് പറയട്ടെ, പെർഫോമർ ഓഫ് ദി ഡേ. Of the day. അപ്പൊ ജഗത് കുട്ട, ഇന്നത്തെ കിടുക്കാച്ചി പെർഫോമൻസിന് ഒരു സമ്മാനം, കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ്. താങ്ക് യു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ജഗത് കുട്ട. ബൈ ബൈ. ബൈ ബൈ. ടാറ്റ. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ്. ചിരികൾ പൊഴിച്ചിടാം